തൃശ്ശൂരിലുള്ള ഓരോരുത്തരും ചുവട് വെക്കുന്നതായിരിക്കും നമ്മൾ കാത്തിരിക്കുക. ജെയ്സന് വേണ്ടി ദാ വരുന്നു പുലിക്കൊട്ട്. ദീപക് മലയമ്മ, പുലി ചുവട് വെച്ച് പുലികൾ എത്തുന്നതിന് മുൻപ് നമ്മളൊരു കട്ടൺ റൈസർ ഇവിടെ ഉയർത്തിയതാണ്. അപ്പോൾ കട്ടൺ റൈസർ ഇവിടെ നടക്കുന്നുണ്ട്. ശങ്കരകുളങ്ങര വഴിയാണ് ദീപകിന്റെ വരവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പുലിമടയിൽ നിന്നൊക്കെ പുലികൾ ഇറങ്ങാറായോ ദീപക് മലയമ്മ? ശങ്കരകുളങ്ങരയിൽ നിന്നുള്ള പുലിമടയിൽ നിന്ന് സംഘം പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നടുവിലേക്ക് എത്തും. അവിടെ എത്തിയിപ്പം തേങ്ങ അടിക്കാനുണ്ട്. നമ്മുടെ 2 കുട്ടിപ്പുലികൾ ഒക്കെയാണ്. 5 വയസ്സുള്ള 2 കുട്ടിപ്പുലികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. തീർച്ചയായിട്ടും 5 വയസ്സ് സുജയ 5 വയസ്സുള്ള 2 കുട്ടിപ്പുലികൾ കൂടിയുണ്ട് ഈ ശങ്കരകുളങ്ങര സംഘത്തിനൊപ്പം എന്നുള്ളതാണ്. നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ഒന്ന് കാണിച്ചേ. അടിപൊളി. 5 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. സ്റ്റെപ്പോടെ കളിക്കോ, 2 പേരുടെ കളിക്കോ. ആഹാ, അടിപൊളിയാ. ഇവരാണ് ഈ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകൾ എന്നുള്ളതാണ്. ഈ പുലികളാണ് ഇവരെ നയിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഏറ്റവും മുൻപന്തിയിലുള്ളതും ഈ 5 വയസ്സുകാർ തന്നെയാണ്. UKG ക്ലാസ്സിലാണ് 2 പേര്. അവരിപ്പോ പഠിച്ചു കഴിഞ്ഞു. പുലിക്കളി പഠിച്ചു കഴിഞ്ഞു. അവരാണ് നല്ല 1-ാം പുലിക്കുട്ടികളെ തൃശ്ശൂരിന്റെ 1-ാം തരം പുലിക്കുട്ടികളായി എന്നുള്ളതാണ്. എന്തായാലും ഈ 2 പേരാണ് ഏറ്റവും മുൻപന്തിയിലുള്ളത്. ഇനി നമുക്ക് പുറകിലേക്കുള്ള കാഴ്ചകൾ കൂടി പ്രേക്ഷകരെ കാണിക്കാം. ഇവിടേക്ക് അല്പം കൂടി പ്രായം കൂടിയ പുലികളുണ്ട്. ഈ പുലികളെ കൂടി നമുക്കൊന്ന് കാണാം. എന്താ പേര്? ഏത് ക്ലാസ്സിലാണ്? 6ാം ക്ലാസ്സില്. എല്ലാം പഠിച്ചോ? പൊളിക്കോ? തൃശ്ശൂർ പറപ്പിക്കോ? ഓക്കെ. എന്തായാലും 5 വയസ്സുകാർ കഴിഞ്ഞാൽ അടുത്ത ബാച്ചായി. അത് കഴിഞ്ഞാൽ പിന്നീട് വലിയ പുലികളുടെ ഊഴമാണ്. നമുക്ക് അവരെ കൂടി കാണാമെന്നുള്ളതാണ്. അവരെയൊക്കെ നിറവയറുള്ള മനുഷ്യരാണ് എല്ലാവരും. അതിലേക്ക് ചായം പൂർണ്ണമായും പൂശിയിട്ടുണ്ടോ ഒരു വശത്ത് നമുക്ക്